നബി, എന്റെ നബിയാരാ? ഭൂമിയിൽ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നവർ എന്റെ നബിയാരാ? അവ്വലുമൻ യുഫ്തഹു ലഹു ബാബുൽ ജന്നതി അന. സ്വർഗ്ഗത്തിന്റെ വാതിൽ ആർക്ക് വേണ്ടിയാണോ ആദ്യമായി തുറക്കപ്പെടുന്നത്, അത് നമ്മുടെ ഹബീബിന് വേണ്ടിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ടും മതി എനിക്ക് അഭിമാനിക്കാൻ. ഇത് രണ്ടും പോരെ നമുക്ക് ഇസ്സത്ത് നൽകാൻ. ലോകത്ത് എന്ത് സംഭവിച്ചാലും ഈ ആശയങ്ങൾക്ക് മാറ്റം ഉണ്ടാവണില്ല. ഉണ്ടോ? ആര് ഭരിച്ചാലും എന്ത് നടന്നാലും ഈ ആശയങ്ങൾക്ക് മാറ്റമുണ്ടോ? അതിന് മാറ്റം സംഭവിക്കൂല. وَمِمَّا زَادَنِي عِزًّا وَشَرَفًا وَكِدتُّ بِأَخْمُصِي أَطْأُ الثُّرَيَّا دُخُولِي تحت قولك يا عبادي وأن صيرت أحمد لي نبيا صلى الله عليك يا سيدنا يا رسول الله. അതുകൊണ്ട് അല്ലാഹുവേ, ഇന്ന ഹാദാ അബ്ദുക ഖറജ മുഹാജിറൻ ഫീ സബീലിക് ഫഖുതില ഷഹീദൻ അന ഷഹീദുൻ അലാ ദാലിക്. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ യാത്ര ചെയ്തു വന്ന ചെറുപ്പക്കാരനാണിത്. പക്ഷേ ചേതനയറ്റ് കിടക്കുകയാണ്, റൂഹ് നിന്നിലേക്ക് ഉയർന്നിരിക്കുകയാണ്, ഷഹീദായിരിക്കുകയാണ്. ഞാനതിന് സാക്ഷിയാണ്. ഇത് നിനക്ക് വേണ്ടി വന്ന ആളാണ് റബ്ബേ എന്ന് ലോകത്തിന്റെ ഗുരു അവിടുത്തെ കുപ്പായം അണിയിപ്പിച്ചു കൊടുത്തിട്ട് ആ ഷഹീദിന് വേണ്ടി ദുആ ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ വന്നത് അള്ളാഹുവിന് വേണ്ടിയുള്ള വരവായിരിക്കട്ടെ. അങ്ങനെ തന്നെയാണ് നിങ്ങൾ വന്നിട്ടുള്ളത് അല്ലേ? മാഷാ അല്ലാഹ്, അള്ളാഹു അത് സ്വീകരിക്കട്ടെ. ഇവിടെ ഇപ്പം ഭക്ഷണമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണമെന്നില്ലല്ലോ അല്ലേ? വേദല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അതൊന്നും പ്രതീക്ഷിച്ച് വന്നതല്ല എന്ന് ഉറപ്പായി അല്ലേ? അല്ലെങ്കിൽ പിന്നെ പോകുമ്പോൾ ഒരു പൊതി ചോറെങ്കിലും ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ കുറച്ച് നീയത്ത് അത് നമുക്കും പോയി എന്ന് വരും. എനിക്ക് പൊതി കിട്ടുമോ കിട്ടൂലേ, കിട്ടിയാൽ തന്നെ അതിൽ എല്ലാണോ കർഷനാണോ ഇതൊക്കെ വസ്വാസ് വരും. ഇതൊന്നും ചിന്തിക്കാനില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയുടെ ഒരു വിരുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ? അള്ളാഹു ഇന്ന ഹാദാ ഖറജ മുഹാജിറൻ ഫീ സബീലിക് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വരവിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കൊന്ന് എഴുന്നേറ്റ് 3 സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ? പ്രയാസമില്ലാത്തവരൊന്ന് എഴുന്നേറ്റോളൂ, ബുദ്ധിമുട്ടുള്ളവർ ഇരുന്നോളൂ കേട്ടോ. സ്വല്ലൂ അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. മദീനത്തെ ഹബീബിന്റെ റൗദയിലേക്ക് എത്തും. ഈ സെക്കൻഡിലെത്തി. അങ്ങനെ തന്നെ വിചാരിക്കണം. തങ്ങൾക്ക് ചൊല്ലിയ ആളെ പേരും അവരുടെ വാപ്പായുടെ പേരും അവരുടെ തറവാടിന്റെ പേരും നിബിതങ്ങൾക്ക് മലക്കുകൾ അറിയിച്ചു കൊടുക്കുന്ന നിസ്സാരം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ, കോടിക്കണക്കിന് ഫോണുകൾ ഒരു ടവറിലൂടെ ഒരേ സമയത്ത് കടന്നു പോകുമ്പോൾ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് മാറിപ്പോകുന്നില്ല അല്ലെ? നിങ്ങൾ ഡയൽ ചെയ്യുന്ന വ്യക്തിക്ക് തന്നെയാ കിട്ടുന്നത്. പുണ്യ നിബിതങ്ങൾക്ക് അവർക്ക് ചൊല്ലുന്ന സ്വലാത്ത് മലക്കുകൾ എത്തിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ ഇന്ന്? പണ്ടൊക്കെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും അതെന്ന് ആലോചിച്ചു. അന്നത്തെ ആളുകളുടെ ഈമാനിന്റെ കട്ടി കൊണ്ട് അവരങ്ങനെ ചിന്തിച്ചില്ല എന്നാ. നമ്മളത് ചിന്തിക്കാൻ തുടങ്ങിയ കാലം. അപ്പൊ അല്ലാഹു നമുക്ക് മൊബൈൽ ടവർ ഇതൊക്കെ കാണിച്ചു തന്നു. ഇതൊക്കെ നിങ്ങളുടെ ഈ കരങ്ങളെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മലക്കുകളുടെ ലോകം, ഞാൻ നിയന്ത്രിക്കുന്ന ലോകം, എൻ്റെ ഹബീബിന് ഞാനത് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസം അല്ലേ? അതുകൊണ്ട് ഹബീബിലേക്ക് എത്തുന്ന സ്വലാത്താൻ 2 എണ്ണം ഇനി മനസ്സിരുത്തി ചൊല്ല. നിങ്ങൾ ചൊല്ലുന്നത് ഹബീബ് കേൾക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അവിടെ തിരിച്ച് സ്വലാത്ത് ചൊല്ലും. അള്ളാഹു 10 തവണ നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചെയ്യുന്ന അള്ളാഹു സ്വീകരിക്കട്ടെ. ജസാക്കുമുല്ലാഹു ഖൈർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ ഹബീബിന്റെ വാക്കുകളെ ശിരസ വഹിച്ചു എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്, ഒരുപാട് സംഭവങ്ങൾ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ പുണ്യ നിബിതങ്ങൾ ഒരടിമയുടെ കൈ പിടിച്ചുകൊണ്ട്, ഒരു അടിമയല്ല, അവിടെ ഒരു പിടികിട്ടാ പുള്ളിയെ പിടിച്ചുകൊണ്ട് വന്നിരുന്നു. ആ ഒരു അസീറിനെ
നബി തങ്ങൾ ആയിഷ ബീവിയെ ഏൽപ്പിക്കുന്നു, ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞിട്ട് റളിയല്ലാഹു അൻഹ വീടിന്റെ അടുത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്ന് നിർത്തി. എവിടെയും പോവരുത്, ആയിഷ ഇയാളെ നോക്കണേ എന്ന് നബി തങ്ങൾ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ആയിഷ ബീവിയോട്, ആയിഷ മാ ഫഅലൽ അസീർ. ആയിഷ ബീവി പറയാ, ഫലഹൂതു അൻഹു, ആളവിടെ ഉണ്ട് എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരികളോട്, ഹബീബിന്റെ മറ്റു ഭാര്യമാരോട് വർത്തമാനം പറയാൻ ഞാൻ ഒന്ന് അശ്രദ്ധയിലായിപ്പോയി. വർത്തമാനം പറയാൻ പോയി, അപ്പൊ ഇയാളിൽ നിന്ന് അശ്രദ്ധയിലായിപ്പോയി, ഇയാൾ കെട്ടഴിച്ചു പോയി. പുണ്യനബി തങ്ങൾ പറഞ്ഞു, ആയിഷ ബീവി ഒന്ന് നോക്കണേ, ആളെ രക്ഷപ്പെടരുത്, ഞാൻ ഇപ്പൊ വരാം, ഇവിടെ നോക്കി നിന്നാ മതിയായിരുന്നു. ആയിഷ ബീവി പറഞ്ഞു, ഫലഹൂതു അൻഹു, ഞാൻ ഒന്ന് ഒരു അശ്രദ്ധ, ഒരല്പം ഒരു കെയർലെസ്നെസ് അവിടെ വന്നുപോയി. പുണ്യനബി വന്നു, മാ ഫഅലൽ അസീർ, ആയിഷ എവിടെയാണ് അസീർ, എവിടെയാണ്? പട്ടാണികളെ പറ്റി കഥ പറയാറുണ്ട് ഗൾഫിലൊക്കെ. ഒരു പട്ടാണി മറ്റൊരു പട്ടാണിനെ കൊണ്ടുപോയിട്ട് ഒരു കള്ളനെ പിടിച്ചു എന്ന് പറഞ്ഞ് പോലീസിനോട് വന്ന് പറഞ്ഞ് കള്ളനെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ ആ മരത്തുമ്പോൾ പോയി 2 കാലും പിടിച്ച് കെട്ടിയിട്ട് പോന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് ചോദിക്കും, പൊന്നാര ചങ്ങായി കൈ എന്ത് ചെയ്തു? കൈ കെട്ടാതെ കാല് മാത്രം കെട്ടിയിട്ട് എന്താ കാര്യം? അവൻ കൈ അയച്ചു പോകൂലേ? ഈ കള്ളനൊരു പട്ടാണിയുണ്ട്, അവൻ അത്ര ബുദ്ധി ഉണ്ടാവില്ല, എൻ്റെ കൈ കൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റുമല്ലോ എന്ന് തമാശ പറയാറുണ്ട്. അല്ലാഹു അലം. അപ്പോ ഇയാൾ ഇത് കഴിച്ചു പോയി എന്ന കഥ. അസീർ കെട്ടഴിച്ചു പോയി. മാ ഫഅലൽ അസീർ, എന്താണ് ആയിഷ ബീവി അസീർ ചെയ്തത്? ലഹൗതു അൻഹു മഅൻ നിസ്വതി ഫഖറജ. നബിയേ, ഉള്ളതുപോലെ ആയിഷ ബീവി പറഞ്ഞു, നബിയേ മറ്റു സഹോദരിമാരുടെ കൂടെ ഞാൻ പോയിരുന്നു, അങ്ങനെ ഇയാൾ ഇറങ്ങിപ്പോയി. നബിയേ, നബിതങ്ങൾക്ക് ദേഷ്യം വന്നു. അവിടെ നിന്നൊരു വാക്ക് പറഞ്ഞു പോയി, മാലകി ഖതഅല്ലാഹു യദകി. ആയിഷ ബീവി, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഖതഅല്ലാഹു യദകി, ചില റിവായത്തിൽ യദൈകി, നിങ്ങളുടെ 2 കൈയും അല്ലാഹു മുറിച്ചു കളയട്ടെ എന്ന് നബിതങ്ങൾ ആയിഷ ബീവിയോട് ദേഷ്യപ്പെട്ടുകൊണ്ടൊരു വാക്ക് പറഞ്ഞു. ആ വാക്കിനർത്ഥം കൈ മുറിയട്ടെ എന്നൊന്നല്ല, അതൊരു ദേഷ്യത്തിന് പറയുന്ന അറബികളുടെ ഒരു വാക്കാണ് ഖതഅല്ലാഹു യദൈകി. എന്നിട്ട് നബി തങ്ങൾ ഒരൽപ്പം ദേഷ്യത്തിലായിരുന്നു. തങ്ങൾ ഇറങ്ങിപ്പോയി. ഫഖറജ ഫആദന ബിഹിന്നാസ് ഫതലബൂ. പള്ളിയിലേക്ക് ചെന്ന് നബി തങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞു, ആ പിടികിട്ടാ പുള്ളിയായ ക്രിമിനൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, ആളെ പിടിക്കണമെന്ന് പറഞ്ഞു. അയാളെ പിടിച്ചു, അയാളെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ നബിതങ്ങൾ അദ്ദേഹത്തിന് ട്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നബിതങ്ങൾ ആയിഷ ബീവിയുടെ മുമ്പിലേക്ക് വരികയാണ് റളിയല്ലാഹു അൻഹ. ഇനി പറയുന്നതാണ് നമ്മുടെ വിഷയം. ഫദഖല അലയ്യൻ നബി, പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ റൂമിലേക്ക് കടന്നു വന്നു. വന ഉഖല്ലിബു യദയ്യ, ഞാൻ എൻ്റെ 2 കൈയും ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കുകയാണ്. എൻ്റെ കൈയിട്ടിട്ട് ഞാനിങ്ങനെ നോക്കുകയാണ്. എൻ്റെ കൈ തിരിച്ചു മറിച്ചു ഞാനിങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എൻ്റെ കൈകളിൽ ഏത് കൈയാണ് അല്ലാഹു മുറിച്ചു കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ പേടിച്ചു നോക്കുകയാണ് നബിയെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. തങ്ങളാ പറഞ്ഞ വാക്ക് അങ്ങനെ സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടായതിന്റെ പേരിൽ തങ്ങളത് ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ആ വാക്കർത്ഥ പ്രകാരം ആയിഷ ബീവി അർത്ഥം വെച്ചതാണ് കൈ മുറിഞ്ഞു പോകട്ടെ എന്നല്ലേ. ആ അസീറിനെ നോക്കാതെ അശ്രദ്ധയായതിന് നബി തങ്ങൾ ദേഷ്യം പിടിച്ചു പറഞ്ഞത്. അതുകൊണ്ട് നബിയെ, എന്റെ കൈ മുറിഞ്ഞു പോകുമോ, എന്റെ ഏത് കൈയാണ് മുറിയുന്നത് എന്ന് ഞാനിങ്ങനെ നോക്കുകയാണ്. അതാ ഞാനിങ്ങനെ കൈ ഇങ്ങനെ തിരിക്കാൻ കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോഴേക്കും ഹബീബിന് വേദനയായി. ആയിഷ ബീവിക്ക് അത് വേദനയായി എന്ന് തോന്നിയപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവും. വീട്ടിലൊക്കെ എത്ര വലിയ പോസ്റ്റ് മാരിറ്റൽ ക്ലാസ്സുകൾ കേട്ടാലും കല്യാണം കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട് എങ്ങനെ പെരുമാറണം ഒക്കെ എത്രയൊക്കെ കൗൺസിലിങ്ങോ ക്ലാസ്സൊക്കെ കേട്ടാലും ചിലപ്പോൾ നമ്മുടെ നാവെന്ന് വരാനുള്ളത് അങ്ങ് വരും. പിന്നെ ആയിരിക്കും പറഞ്ഞത് തെറ്റായി പോയല്ലേ, പറയാൻ പാടില്ലായിരുന്നു എന്ന് തോന്നിപ്പോകും. അങ്ങനെ തോന്നണമെന്നാ, തെറ്റ് സംഭവിച്ചാൽ തെറ്റായി എന്ന് തോന്നണം. അതൊരു നല്ല സ്വഭാവമാണ്. എന്നിട്ട് മാപ്പ് പറയണം എന്ന് വിചാരിക്കല്ലേട്ടോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഭാര്യയോട് പറയണം. ഭാര്യയുടെ നാവിൽ നിന്നങ്ങാൻ ഇങ്ങോട്ട് വന്ന
അവളും പറയണം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല കേട്ടോ, ആ സമയത്ത് അങ്ങനെ വന്നുപോയി. അങ്ങനെയൊക്കെ ഉണ്ടോ മനുഷ്യന്മാരിലെ ധൃതിയിലും ദേഷ്യത്തിലും ഒക്കെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോകും. ആ വാക്കുകൾ ഒരു കുത്തുപോലെ അവിടെ കിടക്കും മനസ്സിൽ. പുണ്യനബി തങ്ങൾ എന്താ ചെയ്തതെന്നറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹമിദല്ലാഹ്, മദീന പള്ളിയുടെ മിമ്പറിൽ കയറി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മെസ്സേജ് സ്വഹാബികൾക്ക് കൈമാറാനാണ്. ഖുതുബക്ക് ജുമുഅ ഖുതുബക്ക് കയറും നബി തങ്ങൾ. ഖുതുബ അല്ലാത്ത സമയത്തും നബി തങ്ങൾ മിമ്പറിൽ കയറാറുണ്ട്. അപ്പൊ നമ്മൾ ചില സമയത്ത് കേൾക്കൂലേ, ചില റിവായത്ത് ഖുതുബന്റെ ഇടയിൽ ആളുകൾ ചോദിച്ചു, നബി തങ്ങൾ മറുപടി പറഞ്ഞു, അങ്ങനെ കേൾക്കും. തങ്ങൾ മിമ്പറിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ ചോദിച്ചു, തങ്ങൾ ഇങ്ങനെ മറുപടി പറഞ്ഞു. ആ മിമ്പറിൽ എന്നത് വെള്ളിയാഴ്ചയാണോ അല്ലയോ എന്ന് തെളിയിക്കപ്പെടാത്ത സമയം, ഒരുപക്ഷെ വെള്ളിയാഴ്ച അല്ലാത്ത സമയത്ത് നിബിധങ്ങൾ മിമ്പറിൽ കയറി ആഹ്വാനങ്ങൾ ചെയ്യാറുണ്ട്. ആ സമയത്ത് ചോദിച്ച ചോദ്യമാകാം, അങ്ങനെയും അതിനൊരു വ്യാഖ്യാനമുണ്ടാകാം. എന്നല്ലാതെ മിമ്പറിൽ കയറി സംസാരിച്ചപ്പോഴൊക്കെ അത് ജുമുഅ നിസ്കാരത്തിന്റെ മിമ്പറിൽ ജുമുഅയുടെ ഖുതുബയുടെ മിമ്പറായിരുന്നു എന്ന് എല്ലാ മിമ്പറിൽ കയറി തങ്ങൾ പറഞ്ഞതിനെയും വിശ്വസിക്കുക വയ്യ. കാരണം തങ്ങൾ പല ഘട്ടങ്ങളിലും മിമ്പറിൽ കയറി സംസാരിച്ചിട്ടുണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്യാവശ്യം വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് നബി തങ്ങൾ പറയാറുള്ളത്. ഫഹമിദല്ലാഹ് വഅസ്നാ അലൈഹി. ആയിഷ ബീവി ഇങ്ങനെ പറഞ്ഞപ്പോൾ നബി തങ്ങൾക്ക് വിഷമം തോന്നി. ഹബീബായ നബി തങ്ങൾ മിമ്പറിൽ കയറിയിട്ട് ഹമിദല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതി പറഞ്ഞുകൊണ്ട് തുടങ്ങി. തങ്ങൾ ഒരു ചെറിയൊരു കൊച്ചു ലഘു ഭാഷണം നടത്താൻ പോവുകയാണ് എന്നാണ് അതിനർത്ഥം. എന്നിട്ട് ഹബീബാ നബി തങ്ങൾ മിമ്പറിൽ കയറി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ മദീന പള്ളിയുടെ ഓരങ്ങളിലുള്ള മുഴുവൻ ആളുകളും പള്ളിക്കുള്ളിലേക്ക് ഓടിക്കൂടും. എല്ലാവരും അകത്തേക്ക് കയറിയിരിക്കും. അങ്ങനെ എല്ലാവരും കയറിയിരുന്നു. പുണ്യ നബി തങ്ങൾ ഹംദും സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് തങ്ങൾ കൈയുയർത്തി അല്ലാഹുവിലേക്ക്. എന്ന് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അല്ലാഹുമ്മ, ലോകരക്ഷിതാവായ അല്ലാഹുവേ, ഇന്നി ബശറുൻ അഗ്ളബു, പടച്ചവനെ ഞാനൊരു മനുഷ്യനാണ്, അതുകൊണ്ട് ദേഷ്യം വന്നു പോകാറുണ്ട്. കമാ യഗ്ളബുൽ ബശറു, മനുഷ്യർ ദേഷ്യം പിടിക്കുന്ന പോലെ ഞാനും ദേഷ്യം പിടിക്കാറുണ്ട്. ഫഅയ്യുമാ മുഅ്മിനിൻ ഔ മുഅ്മിനത്തിൻ ദഅഉതു അലൈഹി, ഏതെങ്കിലും ഒരു മുഅ്മിനിനോ ആണിനോ മുഅ്മിനായ പെണ്ണിനോ എതിരായി ഞാൻ എന്തെങ്കിലും നിന്നോട് ദുആയായി പറഞ്ഞു പോയ വാക്കുകൾ എന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഫജ്അൽഹു ലഹു സകാതൻ വതുഹൂറാ, അല്ലാഹുവേ എന്റെ പ്രാർത്ഥനക്കനുസരിച്ച് ഒന്നും നീ ഉത്തരം കൊടുത്തവർക്ക് പ്രയാസമുണ്ടാക്കരുതേ. ഞാനെങ്ങാനും അങ്ങനെ ആയിഷ ബീവിയോട് പറഞ്ഞ പോലെ നിന്റെ കൈകളൊന്നും മുറിക്കട്ടെ എന്ന് പറഞ്ഞ വാക്കർത്ഥം അങ്ങനെയാണെങ്കിൽ അതങ്ങനെ ചെയ്യരുത് റബ്ബേ. ഫജ്അൽഹു ലഹു സകാതൻ വതുഹൂറാ, അവരുടെ ഈമാൻ വർദ്ധിക്കുവാനും അവർക്ക് തസ്കിയത്തുണ്ടാകാനും അവരുടെ ഹൃദയം ശുദ്ധിയാവാനും കാരണമാകുന്ന അമലായി മാറ്റിക്കൊടുക്കണമേ. ഞാൻ ആ പറയുന്ന വാക്കൊരിക്കലും ഒരു അദാബായി അവർക്ക് പുലർത്തരുതേ റബ്ബേ. സകിലത്ക ഉമ്മുക യാ മുആദ്, നബി തങ്ങൾ പറഞ്ഞ വാക്കുകളിൽ കാണും സകിലത്ക ഉമ്മുക. ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? മേ യുവർ മോം ലൂസ് യു, നിന്റെ ഉമ്മാക്ക് നീ നഷ്ടപ്പെടട്ടെ എന്ന വാക്കിന്റെ അർത്ഥം. സകിലത്ക ഉമ്മുക, നീ മരിച്ചുപോയി നിന്റെ ഉമ്മ. സഖില, വാവിട്ട് ഒരു കുഞ്ഞ് മരിച്ചതിന് സങ്കടപ്പെട്ട് കരയുന്നതിനാണ്, കരയുന്ന പെണ്ണിനെയാണ് സഖില എന്ന് പറയാ. സഖിലത്ക ഉമ്മുക തങ്ങളുടെ വാക്കുകളിൽ വരാറുണ്ട്. അതെന്തിനാണെന്നറിയോ? എന്താ നീ വിചാരിച്ചത് എന്ന് ചോദിക്കാൻ അറബികൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്. അത്രയേ ഉള്ളൂ. അതിന് ഉമ്മ മരിക്കട്ടെ ഒന്നും ഒരർത്ഥമില്ല. മുആദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു, പൊന്നാര നബിയെ, നമ്മൾ ഈ നാവ് കൊണ്ട് എന്തൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ നാളെ അല്ലാഹ് ചോദിക്കുമോ എന്ന് ചോദിച്ചു. നമ്മൾ പറയുന്നത് എന്തൊക്കെ പറയുന്നുണ്ട്, എത്രയൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഇതൊക്കെ അള്ളാഹുവിന്റെ കോടതിയിൽ വിസ്തരിക്കാൻ നിന്നാൽ പൊന്നാര നബിയെ നമ്മളൊക്കെ നഷ്ടപ്പെട്ടു പോവില്ലേ, പരാജയപ്പെടൂലേ? നമ്മൾ പറയുന്ന മഹാൻ ചോദിച്ചതാ, നമ്മൾ ഈ പറയുന്നതൊക്കെ അല്ലാഹു തആല ചോദ്യം ചെയ്യൂ നബിയെ? അപ്പൊ നബി തങ്ങൾ തിരിച്ചൊരു മറുപടി പറഞ്ഞു, സകിലത്ക ഉമ്മുക യാ മുആദ്, മുആദേ
നിങ്ങൾ എന്താണ് വിചാരിച്ചത്? എന്റെ വാക്കർത്ത് എന്താ? മുആദേ, നിങ്ങളെ ഉമ്മാക്ക് നിങ്ങൾ നഷ്ടപ്പെട്ടിട്ട് നിങ്ങളെ ഉമ്മ വേദനിച്ച് കരയട്ടെ, അതാണ് ആ വാക്കർത്ഥം. പക്ഷെ അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നത് നിങ്ങൾ പറഞ്ഞു, മുആദേ, നിങ്ങൾ അറിയുന്നുണ്ടോ, നിങ്ങൾ മനസ്സിലാക്കിയോ? മനുഷ്യന്മാർ ചെയ്തു കൂട്ടിയ, നാവുകൊണ്ട് പറഞ്ഞുകൂട്ടിയ വാക്കുകൾ കാരണമല്ലാതെ എന്തുകൊണ്ടാണ് ആളുകൾ നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത്? വാക്കുകളാണ്. മനുഷ്യൻ എഴുതുകയും പറയുകയും ചെയ്യുന്ന വാക്കുകൾ കൊണ്ട് തന്നെയാണ് അധികം ആളുകളും നരകത്തിൽ പോകുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മൈൻഡ് യുവർ വേർഡ്സ്. നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കണം. മാതെന്നവർ വിചാരിച്ചു അതിനൊന്നും ഒരു കുഴപ്പമില്ല, സംസാരിക്കുന്നില്ലേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്നൊന്നുമില്ലല്ലോ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ആ മറുപടിയിൽ അതുപോലെയുള്ള വാക്കുകളെ തങ്ങൾ ഈ പറയുന്ന ദുആ കൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ ആർക്കെങ്കിലും എതിരായി ദുആ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഇങ്ങനത്തെ വാക്കുകൾ ഞാൻ ഉപയോഗിച്ചു പോകുമ്പോൾ ഒരാരുടെയും ഉമ്മ മരിക്കരുത് റബ്ബേ, ഞാൻ ആർക്ക് വേണ്ടിയാണോ പറഞ്ഞത് അവർക്ക് നീ ഹൃദയശുദ്ധിയും പരിശുദ്ധിയും പരിപാവനത്വവും ശുദ്ധിയും വർദ്ധിപ്പിച്ചു കൊടുക്കണമേ, അവരെ നീ സ്ഥാനമുയർത്തി കൊടുക്കണമേ എന്നാണ് അള്ളാഹുവിനോട് നബി തങ്ങൾ ചോദിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി, നിങ്ങൾ അങ്ങനെ വിചാരിക്കല്ലേ, അള്ളാഹു നിങ്ങൾക്ക് തസ്കിയത്തും തസ്ഫിയത്തും തുഹാറത്തും, അള്ളാഹു നിങ്ങളുടെ മനസ്സിന് ശുദ്ധിയും പരിശുദ്ധിയും വർദ്ധിപ്പിച്ചു തരട്ടെ. ആയിഷ, നിങ്ങളുടെ കയ്യൊന്ന് മുറിയിലെ കൈയൊക്കെ താഴ്ത്തി വെച്ചേക്കെന്ന് പറഞ്ഞു. എന്തേ? തങ്ങൾ ആ വാക്ക് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ നബിതങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെല്ലാം നമ്മൾ ചർച്ചക്കെടുത്താൽ ഒരുപക്ഷെ ഭയങ്കരമായ നിരാശ വന്നു പോകും ചില ആളുകൾക്ക്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ പടച്ചോനെ? ഇതൊക്കെ നടക്കുന്നത് തന്നെയാണോ? അതുകൊണ്ട് പല വിഷയങ്ങളും പല ഹദീസുകളും പൊതുജനങ്ങളുടെ മുമ്പിൽ വഅദുലൊന്നും ഉസ്താദുമാർ പറയൂല. എന്തേ? അത് പറഞ്ഞാൽ കല്ലിമിന്നാസ അലാ ഖദ്രി ഉഖൂലിഹിം, അങ്ങനെയാണല്ലോ ജനങ്ങൾക്ക് മനസ്സിലാവുന്നതും അവരുടെ വിവരത്തിന്റെ ലെവലനുസരിച്ച് സംസാരിക്കാൻ പാടുള്ളൂ എന്ന് ഹബീബായ തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഹൽ തുഹിബ്ബൂന യുകദ്ദബല്ലാഹു വറസൂലുഹു തങ്ങൾ ചോദിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞ ഓരോന്നും സത്യസന്ധമായി പുലരുക തന്നെ ചെയ്യും. ആ പറഞ്ഞത് നടന്നിരിക്കും. ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പറഞ്ഞ ഒരുപാട് അടയാളങ്ങൾ അത് സംഭവിച്ചിരിക്കും, ഉറപ്പാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ വാക്കുകൾ സംഭവിച്ചിരിക്കും, ഉറപ്പാണ്. ഇത് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ ഈമാൻ പൂർത്തിയാവുള്ളൂ. കാരണം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അള്ളാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ പുണ്യനബി ഒറ്റയ്ക്ക് ഉണ്ടാക്കി പറയാറില്ല. അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നതേ നബി തങ്ങൾ പറയൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ റഅയ്ത ജിബാല മക്ക ബുഇജത് കദാഇമാ, മക്കയിലെ പർവ്വതങ്ങൾക്ക് തുരങ്കങ്ങളുള്ളത് നിങ്ങൾ കാണാൻ തുടങ്ങിയാൽ, ഹദീസിലുണ്ട്. എത്ര തുരങ്കങ്ങളുണ്ട് മക്കത്ത്? മിനാക്ക് പോകാനും അറഫയ്ക്ക് പോകാനും ഒക്കെ തുരങ്കുന്നില്ല. മക്കൾക്ക് ചുറ്റും ടണലല്ലേ? തങ്ങൾ പറഞ്ഞ കാര്യമാണ് എന്ന് പറഞ്ഞാൽ പാറ പൊട്ടിക്കാനുള്ള ടെക്നോളജിയൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതിനർത്ഥം അല്ലേ? ഖന്തക്ക് യുദ്ധം നടന്ന സ്ഥലം നമുക്ക് വഴി ചർച്ചയിൽ വരുന്നുണ്ട്. 100 മീറ്റർ പഴയ ഖന്തക്ക് ഉണ്ടായിരുന്ന സ്ഥലം, ഏകദേശം 3 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു പഴയ ഖന്തക്ക് നബി തങ്ങളുടെ കാലത്തുള്ളത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിപ്പോ അടുത്ത കാലത്ത് ഒരു ടീമിന് കോൺട്രാക്ട് കൊടുത്തൊരു 100 മീറ്റർ താഴേക്ക് കുഴിക്കാൻ നോക്കിയപ്പോഴേക്കും അവരുടെ മെഷീനൊക്കെ പൊട്ടിപ്പോയി തുടങ്ങി. അങ്ങനെ നിർത്തിയിട്ട് വേറെ ടീമിന് കരാറ് കൊടുക്കാൻ തീരുമാനമായി. പിന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തതാണ്. നോക്കണം, അന്ന് സ്വഹാബിമാർ അവരുടെ കയ്യിലുള്ള ആക്സ് കൊണ്ടും കയ്യിലുള്ള മിഅ്വൽ കൊണ്ടൊക്കെ അവരത് നേടിയെടുത്തു. സുബ്ഹാനല്ലാഹ്, 6-7 മീറ്റർ ആഴവും വീതിയും ഉണ്ടായിരുന്ന ആ ഒരു കിടങ്ങ് ഇന്ന് നമുക്ക് ടെക്നോളജി കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, പ്രയാസമാണ്. പറ്റില്ല എന്ന് പറയില്ല, കാരണം പാറ തുറക്കുന്നില്ലേ, മനുഷ്യന് ഭൂമി തുറക്കുന്നില്ലേ, പോസിബിൾ ആണ്. പക്ഷെ ഒരുപക്ഷെ അത്ര ഈസി അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ. പക്ഷെ തങ്ങൾ പറഞ്ഞു, മക്കയുടെ മലകൾക്ക് തുരങ്കങ്ങളുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ അന്ത്യനാളിൽ അതിന്റെ നിഴല് വിരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരും. തങ്ങൾ പറഞ്ഞത് അങ്ങനെ സംഭവിച്ചിരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.